രാവിലെ അമ്പലത്തിലൊക്കെ പോയേക്കാന്ന് ഓർത്തോണ്ട് ഇറങ്ങി പൂവൊക്കെ പറിച്ച് അമ്പലത്തിൽ കൊണ്ട് കൊടുത്തു. ഞങ്ങളുടെ അടുത്തൊരു കാവുണ്ട്, ആ കാവിൽ കൊണ്ട് പൂവൊക്കെ കൊടുത്തു. അങ്ങനെ ഇന്നലെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു സാരി കൊടുക്കണത്. ഇന്ന് സെറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ബിന്ദു PV ആണ് ചോദിച്ചിരുന്നത്. അമ്പലത്തിൽ പോയി വന്ന ശേഷം ഞാൻ മോരുകറി ഉണ്ടാക്കി, മുരിങ്ങയിലയും പൂവും കൂടെ തോരൻ വെച്ചു, ഒരു മുട്ട പൊരിച്ചു, ബീൻസ് മെഴുക്കുവരട്ടി ഇത്രയും ഉണ്ടാക്കി ഞങ്ങൾ ചോറുണ്ട് കേട്ടോ, ഞാനും എൻ്റെ മോനും കൂടെ. അപ്പോൾ അതിനുണ്ടാക്കുന്ന വിധമാണ് ഞാനീ കാണിക്കുന്നത്. തേങ്ങയും മഞ്ഞളും ഇഞ്ചിയും ജീരകവും ശകലം ജീരകവും കൂടിയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഒരു 2-3 കുരുമുളകും കൂടെ ഇട്ട് അരയ്ക്കുന്നത് നല്ലതാണ് മോരുകറിക്ക്. ഞാൻ ഉണ്ടാക്കുന്ന രീതി കേട്ടോ പറഞ്ഞത്. അപ്പം ഞാനത് മിക്സിക്കകത്തിട്ട് അരച്ച് ഉണ്ടാക്കുന്നതാണ്. രാവിലത്തെ ചൂടോ സഹിക്കാൻ പറ്റില്ല. അമ്പലത്തിലാണെങ്കിൽ ഇപ്പോൾ കുംഭഭരണിയുടെ തിരക്കൊക്കെ അല്ലേ. ഇത് തൈരാട്ടോ, തൈരൊഴിച്ചാണ് ഞാൻ അരയ്ക്കുന്നത്. സാധാരണ എന്നും അങ്ങനെയാണ്. ചിലർ വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നതാണ്, ഞാൻ തൈരൊഴിച്ചിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ പിന്നെ കട്ടിക്കിരിക്കും, മോരുകറി നല്ല കട്ടിക്കിരിക്കും. പിന്നെ കടുകിട്ട് വറുത്തിട്ടാൽ മതിയല്ലോ. അപ്പം അത് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ അങ്ങനെ രാവിലെ കാപ്പി കുടിച്ചിട്ടാട്ടോ ഞാൻ അമ്പലത്തിൽ പോയത്. വന്നിട്ട് ചോറ് വെച്ചിട്ടായിരുന്നു പോയത്. അപ്പം ഇനി കറി മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ വീടെല്ലാം ഒന്ന് അടിച്ചു വാരിയിടണം. അത്ര പരിപാടിയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അതെല്ലാം സ്പീഡ് ചെയ്യും. ഈ വീഡിയോയിൽ കൂടെ കാണും പോലെയൊക്കെ അടുക്കളപ്പണിയെങ്കിൽ എന്ത് എളുപ്പമുണ്ടായിരുന്നു അല്ലേ. ഇതൊക്കെ ഒരു 10 മിനിറ്റും കൊണ്ട് പരിപാടി തീരും. എത്ര കറിയാണ് ഉണ്ടാക്കണേ. ഇത് എത്ര മണിക്കൂർ നിന്നെടുത്ത പരിപാടിയല്ല ഈ 5 മിനിറ്റും 10 മിനിറ്റും കൊണ്ട് തീരുന്നത് അല്ലേ. ഇങ്ങനെ അടുക്കളപ്പണി ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ ഇത് മോരുകറിക്ക് അരച്ചെടുത്ത സാധനം കേട്ടോ ഞാൻ കാണിച്ചേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കറികളും പരിപാടികളും ഒക്കെ. അപ്പം എളുപ്പം പണിയൊക്കെ തീർത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നോർത്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. ഇപ്പം തന്നെയുള്ള പരിപാടി ആയതുകൊണ്ട് പഠിച്ച് തന്നെ ഉള്ളൂ കേട്ടോ. ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. എന്നാലും പരമാവധി ചെയ്യാൻ ശ്രമിക്കും. കടുകും ഉലുവയും പൊട്ടിക്കുന്ന ഭാഗമാണ്. അതിനുശേഷം ഞാൻ കറിവേപ്പിലയും കുഞ്ഞുള്ളി അരിഞ്ഞത് വെച്ചതും ഉണ്ട്, അതും കൂടെ ചേർക്കും. എന്നിട്ട് താളിച്ചെടുക്കൂലേ, കടുക് താളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടില്ല, അതുപോലെ ചെയ്തെടുക്കുന്നു. അല്ലാണ്ട് വേറെ എല്ലാവരും ഉണ്ടാക്കുന്നതാന്നേ, അല്ലാണ്ട് വേറെ സ്പെഷ്യലൊന്നുമില്ല അതിനകത്ത്. എളുപ്പം അങ്ങ് പരിപാടി തീർക്കും, അത്ര തന്നെ. ഒത്തിരി നേരം ഒന്നും അടുക്കളയിൽ നിന്ന് ഈ ചൂട്, ഒന്നാമത് ഞങ്ങളുടെ കിഴക്ക് വശത്ത് നിന്ന് ഒരു മരം പോലും ഇല്ലേ. അപ്പം ഭയങ്കര വെയിലാണ് അടുക്കളയുടെ ഭാഗത്തേക്ക് വരുന്നത്. നല്ല ചൂടാണ്, ഭിത്തിക്കൊക്കെ ചൂട് പിടിച്ചിട്ടുണ്ടല്ലോ. വൈകുന്നേരം ആകുമ്പോഴത്തേനും അങ്ങ് പൊള്ളിപ്പുകയും. അതിനിടയ്ക്ക് എൻ്റെ മോൻ വന്നിട്ട് ഒരു മുട്ട പൊരിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് പോണ ഭാഗമായത്. അപ്പോൾ അവനൊരു മുട്ടയും കൂടെ വേണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതും കൂടെ ഈ കൂടെ തന്നെ പരിപാടി അങ്ങ് തീരുമല്ലോ എന്ന് വിചാരിക്കും. മോരുകറിക്ക് ഞാൻ ചിലർ ചൂടാക്കില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കും കേട്ടോ. ഒന്ന് തിള വരുത്തില്ല, അതിന് മുമ്പൊന്ന് ഒരാവി പറക്കുന്ന ഭാഗമാകുമ്പോൾ ഞാനങ്ങ് നിർത്തിയേക്കും. അല്ലാണ്ട് തിളയ്ക്കാനൊന്നും നോക്കിയിട്ടില്ല. തിളച്ച് കഴിയുമ്പോൾ ചിലർ പറഞ്ഞേക്കാം പിരിഞ്ഞു പോകുന്നു, ചിലർ പറയും. പക്ഷേ എനിക്കങ്ങനെ പിരിഞ്ഞൊന്നും പോയിട്ടില്ല, എങ്കിലും ഞാൻ തിളപ്പിക്കാറില്ല. ഇത്ര ഒന്ന് ചൂടാക്കി എടുക്കുകയുള്ളൂ. പെട്ടെന്ന് പരിപാടി തീരില്ലേ. മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കറിയായില്ലേ. പിന്നെ ഒരു മീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ, പെട്ടെന്ന് ആ പരിപാടി അങ്ങ് തീരും. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തോരൻ ഉണ്ടാക്കിയേക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. മുരിങ്ങപ്പൂ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്രാവശ്യം മുരിങ്ങ ഭ്രാന്ത് പിടിച്ച കാച്ചി കിടക്കുന്നത്. നിറച്ച് മുരിങ്ങക്കോല, ആർക്കും വേണ്ട, എല്ലാവർക്കും ഇഷ്ടം പോലെ മുരിങ്ങ. അപ്പം ആ പൂവും കായും എല്ലാം കൂടെ പറിച്ചിപ്പോൾ എനിക്ക് തോരൻ വയ്ക്കൽ തന്നെയാണ് പണി. അത് മൂത്ത് പോയിട്ടുണ്ട്, കൊള്ളില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട്. അതുകൊണ്ട് മുരിങ്ങപ്പൂ പറിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഇച്ചിരി ഇലയും കൂടി ഇട്ടിട്ട്, നല്ലതല്ലേ ശരീരത്തിന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർ അതൊക്കെ പണ്ട് നിലത്തി അടി കിടക്കണ പൂവൊക്കെ പെറുക്കിയെടുക്കുമായിരുന്നു. പക്ഷേ ഈ നിലത്തി അടി കിടക്കണ പൂവ് എടുക്കുമ്പോൾ അതിൽ ചിലപ്പം മണ്ണൊക്കെ ഇരുന്നിട്ട് മണൽ കടിക്കണ ഇതുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ നിർത്തിയപ്പോൾ മുരിങ്ങയെന്ന് തന്നെ ഇങ്ങനെ പറിച്ചുകൊണ്ട് പോരും. ഒത്തിരി ഉണ്ട്. പിന്നെ ഇഷ്ടംപോലെ നിലത്ത് നിന്ന് പറിക്കാൻ പാകത്തിനുണ്ട്. അവന് വലിയ ഇഷ്ടമൊന്നുമില്ല, എൻ്റെ മോന് വലിയ ഇഷ്ടമൊന്നുമില്ല, എങ്കിലും ഞാനതങ്ങ് ഉണ്ടാക്കും. അതിനകത്തേക്ക് കാന്താരിമുളക് ചതച്ചതും മഞ്ഞളും തേങ്ങയും സവോള ഞാൻ അരിഞ്ഞിടുവത് അതിനകത്തേക്ക്. അത്രയേ ഉള്ളൂ, വേറൊന്നും ഞാൻ ചേർക്കാറൊന്നുമില്ല കേട്ടോ. കറിവേപ്പിലയും കൂടി ഇടുവേ. എന്നിട്ടങ്ങ് ഇളക്കി പൊത്തി മൂടി വയ്ക്കും. ഒത്തിരി വേവൊന്നും വേണ്ട. മുരിങ്ങപ്പൂ ആകുമ്പോൾ ഒന്ന് വാടിയാൽ മതിയല്ലോ, അല്ലെ അതിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെടുമെന്ന് പറയണേ. അതുകൊണ്ടൊന്ന് പൊത്തി മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പം അതിൻ്റെ പരിപാടി അങ്ങ് തീരും. അപ്പം അത് എളുപ്പം അങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. മുരിങ്ങപ്പൂവും തോരനും കപ്പളങ്ങയൊക്കെ നമ്മുടെ നാട്ടിലുള്ള പറിക്കുകയാണെങ്കിൽ വിഷാംശമെങ്കിലും കുറവുണ്ടല്ലേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്ന് മേടിക്കണമൊക്കെ എന്നാ വിശ്വസിച്ചാൽ നമ്മൾ മേടിച്ച് കഴിക്കുന്നത്. അപ്പടി വിഷം അടിച്ച സാധനങ്ങളായിരിക്കും ഇല്ലേ. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ പിന്നെ നമ്മുടെ കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഈ നാട്ടുകാർ കൃഷി ചെയ്യുന്നുണ്ട്, ഈ വെണ്ട വഴുതനയൊക്കെ. എന്ത് വിഷമാണെന്നറിയാവോ അടിക്കുന്നത്. ഇങ്ങനെ ഈ ഈച്ച കൊത്തുവാന്നും പറഞ്ഞുകൊണ്ടൊക്കെ
ശരിക്കും പറഞ്ഞാൽ സങ്കടവും കൂടെ വരും, ഇതൊക്കെ മേടിച്ചാണല്ലോ നമ്മൾ കഴിക്കണേന്നൊക്കെ ഓർക്കും. ഇപ്പം കപ്പയ്ക്കകത്ത് പോലും എലി കൊത്താതിരിക്കാൻ എന്തോ സാധനം വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. നേരാണോ എന്താണോ ആർക്കറിയാം. അതായത് എലീനെ ഓടിക്കാൻ വേണ്ടിയിട്ടൊരു വിഷം പോലത്തെ ഒരു സാധനം കപ്പയുടെ തണ്ടേ കുത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതിൽ മുക്കിയിട്ടാണ് വെക്കണേന്നൊക്കെ. കപ്പത്തണ്ട് നടില്ലേ നമ്മൾ, അത് ആ കപ്പക്കോല് നടുമ്പം ആ കോല് വെള്ളത്തിൽ മുക്കിയിട്ടാണ് നടണത്. എലിയൊന്നും കടിക്കില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. നേരാണോ അറിയത്തില്ല. ഇനി ബീൻസ് അരിഞ്ഞെടുത്താട്ടോ അതിലേക്ക് സവോള എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഞാനങ്ങ് കുഴച്ചിട്ടങ്ങ് ഇട്ടു. ഇച്ചിരി മുളക് പൊടി ഒക്കെ സവോളയും കുഞ്ഞ് വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒറ്റയടിക്ക് ഉണ്ടാക്കി തീർക്കുക. കാരണം ഉച്ച കഴിഞ്ഞ് ചോറിനണ സമയമായി, വിശന്നും തുടങ്ങി. അപ്പോൾ എളുപ്പം പണി തീർത്തേക്കാം എന്നോർത്തുകൊണ്ടാണ്. ഇനി എനിക്ക് അടിച്ചു വാരാനൊക്കെ ഉണ്ട് കേട്ടോ, പാത്രം കഴുകാനുണ്ട്, കുറേ പരിപാടിയുണ്ട്. എന്ന് എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ പണി ചെയ്യാൻ ഭയങ്കര മടിയാണ്. എല്ലാവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. എനിക്ക് വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഈ വെയിലുള്ളപ്പോൾ നമ്മൾ മടുത്ത് വന്നിട്ട് പിന്നെ കിടന്ന് പണിയുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അത് പെട്ടെന്ന് പണി അങ്ങ് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിലെ പോലെ ആയിരുന്നെങ്കിൽ എളുപ്പം ഉണ്ടായിരുന്നു അല്ലേ. 10 മിനിറ്റ് കൊണ്ട് പരിപാടിയെല്ലാം തീർന്ന് വീട് അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞേനെ. അത് പറ്റില്ലല്ലോ. ഇത് കുറേ സമയം എടുത്തു. 2-3 മണിക്കൂർ അടുക്കളപ്പണി ചെയ്തു, എന്നാലേ തീർന്നുള്ളൂ. എല്ലാം അടിച്ചു വാരി പാത്രമൊക്കെ കുറേ രാവിലത്തെയൊക്കെ കൂട്ടിയിട്ടിട്ട് അമ്പലത്തിൽ പോയത്. അമ്പലത്തിലാണെങ്കിലും നല്ല തിരക്കായിരുന്നു കേട്ടോ. അമ്പലത്തിലൊക്കെ എല്ലാ അമ്പലങ്ങളിലും ഇപ്പോൾ നല്ല പരിപാടികളൊക്കെ ഉണ്ടല്ലേ. കുംഭഭരണിക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലേ, മിക്കയിടത്തും തന്നെയുണ്ട്. പാത്രം ഞാൻ സോപ്പിട്ട് വെച്ചിരുന്ന കേട്ടോ, അങ്ങ് കഴുകി വെച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. കമത്തി അങ്ങ് വെച്ചു. എന്നിട്ട് അവിടെ കൂടെ തുടച്ചിട്ട് ആ പരിപാടി അങ്ങ് തീരും. പാത്രം കഴുക്കല്ലേ ഏറ്റവും വലിയ പാട്. പക്ഷേ നമ്മളുണ്ടല്ലോ അപ്പം കഴുകുവാണെങ്കിൽ എളുപ്പമുണ്ടേ. നമ്മൾ കൂട്ടി വെക്കുമ്പോഴാട്ടോ നമുക്ക് പാട്. പിന്നെ പാത്രം കരിഞ്ഞു പിടിക്കാണ്ട് നോക്കിയാലും എളുപ്പമുണ്ട്. കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ട് അതും വലിയ പാടാണ്. അത് തേച്ച് നമ്മൾ മടുക്കും. അതാണ് ഏറ്റവും വലിയ ഇത്. എന്നിട്ട് വാഷ് ബേസിനും കൂടെ അപ്പം തന്നെ ഞാൻ കഴുകിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്, വൃത്തിയായിട്ടിരിക്കും. ഞാൻ ശരിക്കും പറഞ്ഞു ഇവിടെ അല്ല കേട്ടോ, ഈ വാഷ് ബേസിനിലല്ല പാത്രം കഴുകുന്നത്. അപ്പുറേ എനിക്കൊരു വർക്ക് ഏരിയ ഉണ്ട്, അവിടെയാണ് പാത്രം കഴുകുന്നത്. അവിടെ ഞാനെല്ലാം തേച്ച് കഴുകിയിട്ടപ്പോൾ ഇതൊന്ന് കഴുകണം. എന്നാൽ പിന്നെ ഇവിടെ വെച്ച് പാത്രവും കൂടെ കഴുകിയിട്ട് അങ്ങ് പോകാം എന്ന് വിചാരിച്ചു. ആ പരിപാടി അങ്ങ് തീരുമല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഇവിടെയൊക്കെ അങ്ങ് കഴുകി പെറുക്കി ഇട്ടിട്ട് ഇനി അടുത്ത മോന് ചോറും കൂടെ കൊടുത്താൽ മതി. അവന് ചോറെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ അവൻ പറഞ്ഞു ബീൻസ് മെഴുക്കുവരട്ടിയൊന്നും അവന് വേണ്ട, അവന് മുട്ട മാത്രം മതി എന്ന് പറഞ്ഞു. മുട്ടയും തൈരും ഉണ്ടെങ്കിൽ ആളോ ഒക്കെയാണ്. പിന്നെ ഞാനോർത്തു എനിക്ക് ഇച്ചിരി കറിയൊക്കെ കൂട്ടി തിന്നുവാണെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെല്ലുമല്ലോ എന്നോർത്തു. അല്ല വലിയ നിർബന്ധങ്ങളൊന്നുമില്ല കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ കറി ഇത്ര ഇന്നതൊക്കെ വേണം, ഇത്രയും കറിയൊക്കെ വേണം, അങ്ങനെ മീൻ വേണം, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാനൊന്നും അങ്ങനെയൊന്നും മേടിക്കാറുമില്ല, വല്ലപ്പോഴും ഒക്കെ. ഇനി അടിച്ചു വാരലാണ്. ഞാൻ ഈ പുൽച്ചൂലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഈ നാടൻ ചൂലില്ലേ, പണ്ടത്തെ വലിയ നാടൻ ചൂല്, അത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് മേടിച്ചിട്ട് വീടടിച്ചു നോക്കി. അപ്പോൾ ചിലർ പറയും പെരക്കകം പോറും ടൈൽസ് പോറും എന്നൊക്കെ പറയും. ഇല്ല കേട്ടോ, നമ്മുടെ ഇപ്പോൾ ഈ സാധനം അലമാരിയുടെ അടിയിലൊക്കെയുള്ള പൊടികളുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് അത് നല്ല സാധനമാണ്. നീളമുണ്ട്, അത് അതിനകത്തേക്ക് കയറി ചെന്നിട്ടുള്ള വലയെ എല്ലാം കൂടി ഇങ്ങ് ചാടിപ്പോകുന്നുള്ളൂ. സാധനങ്ങൾ മാറ്റിയിട്ട് അടിക്കണേക്കാളും നല്ലതാണ്. ആ ചൂലുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയും തീരും നമുക്ക്. ഈ പണ്ടത്തെ നമ്മൾ വീടടിച്ചുകൊണ്ടിരിക്കുന്ന നാടൻ ചൂലുകളില്ലേ, ഈർക്കിളിയും കൊണ്ടുണ്ടാക്കുന്നത്, അത് കൂട്ടൊരെണ്ണം മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ സ്ഥിരം അതാണ് ഉപയോഗിച്ചുകൊണ്ട്. ഇതിപ്പം കുറച്ച് നാളായിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ചൂല് മേടിച്ചത്. ഇതിനേക്കാളും എനിക്കിഷ്ടം മറ്റതും കൊണ്ട് അടിക്കണതാണ്. അതാണ് പെട്ടെന്ന് ആ പരിപാടി അങ്ങ് തീരും. പെട്ടെന്ന് അടിച്ചങ്ങ് തീരും പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ തോന്നലാണോ എന്നറിയാമല്ല. അല്ല, ശരിയാ. ഈ ഫ്രിഡ്ജിൻ്റെ ഒക്കെ അടിയിലും ഒക്കെ അങ്ങ് ഇട്ട് അടിച്ച് കഴിയുമ്പോൾ ആ വലയും ഒക്കെ ഇങ്ങ് ചാടിപ്പോകുന്നുള്ളൂ. അലമാരികളുടെ അടിയിലും കട്ടിലിൻ്റെ ഒക്കെ അങ്ങ് പൊക്കോളും. ഈ സമയത്ത് എൻ്റെ ബീൻസ് ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക്